ഇപ്പോൾ ആർജിക്കർ ആശുപത്രിയിലെ ബലാത്സംഗ കൊലപാതക കേസിൽ വിധി ഉടൻ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് സിയാൽദ കോടതി കേസ് പരിഗണിക്കുകയാണ്. ഒപ്പം പ്രതിയായ സഞ്ജയ് റോയിയെ കനത്ത സുരക്ഷാ വലയത്തിൽ കോടതിയിലെത്തിച്ചിട്ടുണ്ട്. അടച്ചിട്ട കോടതിയിലാണ് ഇപ്പോൾ ഈ വാദം വിധി പറയുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതി കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ സിയാൽദ കോടതി കണ്ടെത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വിധി പ്രസ്താവത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസിൽ രാജ്യത്തെമ്പാടും കടുത്ത പ്രതിഷേധങ്ങളാണ് ഉണ്ടായിരുന്നത്. കടുത്ത പ്രതിഷേധങ്ങൾക്കൊടുവിൽ കൃത്യമായ ശിക്ഷ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ പ്രതിഷേധക്കാരൊക്കെ ഉള്ളത്. രാജ്യമല്ലെങ്കിൽ ഒന്നടങ്കം ഉറ്റുനോക്കുകയാണ്. ഒപ്പം തന്നെ നമ്മളോടൊപ്പം ഈ വാർത്തയിൽ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശരത്ലാൽ കൂടി ചേരുന്നുണ്ട്. ശരത്ലാൽ, ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു കേസിലാണ് സുപ്രധാനമായ ഒരു വിധി വരാനിരിക്കുന്നത്. രാജ്യത്ത് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിയ കേസുകളിലൊന്ന് ആർജിക്കർ ആശുപത്രിയിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകം. 128ഓളം സാക്ഷികളെ വിസ്തരിക്കുന്നു. ഒപ്പം തന്നെ സാഹചര്യ തെളിവുകളും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കണ്ടെത്തലുകളും ഒക്കെ ഉണ്ടാകുന്നു. CBI അന്വേഷണത്തിലൂടെ പ്രതി കുറ്റക്കാരനാണെന്ന് തെളിയിക്കുന്നു. അത് കോടതിയും ശരിവെക്കുന്നു. ഇപ്പോൾ വിധി മാത്രമാണ് ബാക്കി. പരമാവധി ശിക്ഷ നൽകണമെന്ന് മാതാപിതാക്കൾ. അപ്പോൾ ഈ വിധി എന്ത് തരത്തിലായിരിക്കും ഇപ്പോൾ ഈ പുറത്തു വന്നു കഴിയുമ്പോൾ അത് ബാധിക്കുക? എങ്ങനെയായിരിക്കും അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുക? ഒപ്പം എന്ത് വിധിയായിരിക്കും വരിക എന്നത് സംബന്ധിച്ച് നമുക്കിപ്പോൾ എങ്ങനെയാണ് വിലയിരുത്താനാവുക? ഇപ്പോൾ കോടതിക്കുള്ളിലാണ് ഇപ്പോൾ പ്രതിയുള്ളത്. ഏതായാലും രാഷ്ട്രീയപരമായി വൻ കോളിളക്കം ഉണ്ടാക്കുന്ന വിധി ആയിരിക്കുമെന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത് വധശിക്ഷയിൽ കുറഞ്ഞൊന്നും പ്രതി അർഹിക്കുന്നില്ല എന്നതാണ്. കോടതി വധശിക്ഷ നൽകണമെന്നാണ് മമതാ ബാനർജി പറഞ്ഞത്. അതുകൂടി കൂട്ടി വായിക്കുമ്പോൾ തൃണമൂലിനെ സംബന്ധിച്ചുള്ള CBI നടത്തിയ ഒരു അന്വേഷണമാണ്. ഈ അന്വേഷണത്തിൽ പ്രതിക്ക് വധശിക്ഷ നൽകിയിട്ടില്ലെങ്കിൽ അത് BJPക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനുമുള്ളൊരു വികാരമായി തൃണമൂൽ രാഷ്ട്രീയപരമായി ഉപയോഗിക്കും എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. അതുപോലെ തന്നെ BJP ഇപ്പോൾ നിലവിൽ BJPയുടെ പ്രതികരണവും നമുക്ക് കൂട്ടി വായിക്കണം. BJP പ്രതികരിച്ചിരിക്കുന്നത് ആദ്യത്തെ മണിക്കൂറുകളിൽ എല്ലാ തെളിവുകളും നശിപ്പിക്കപ്പെടാനുള്ള സാധ്യത കൊൽക്കത്ത പോലീസ് ഉണ്ടാക്കി. ക്രൈം സീനിലേക്ക് 100ഓളം പേരെ കടത്തിവിട്ടു. അന്വേഷണം നടത്തിയില്ല. കൽക്കത്ത കമ്മീഷണർ മൂടിവെക്കാൻ നോക്കി. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഈ സംഭവം മൂടിവെക്കാൻ നോക്കി. അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് അന്ന് കേസെടുത്തത്. അതുകൊണ്ട് തന്നെ CBI സംബന്ധിച്ചോളം തെളിവുകൾ നശിപ്പിക്കപ്പെട്ട ഒരു കേസാണ് അന്വേഷിക്കപ്പെട്ടത്. CBI നല്ല എല്ലാ പഴുതടച്ചുള്ള അന്വേഷണവും നടത്തിയിട്ടുണ്ട് എന്നതാണ് BJPയുടെ ഒരു വാദം. ഏതായാലും കേസിൽ വിധി പറയുന്നതിന് മുമ്പേ തന്നെ തൃണമൂലും അതേപോലെ മമതാ ബാനർജിയും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും തങ്ങളുടെ നിലപാട് വ്യക്തമായി കഴിഞ്ഞു. പ്രതിക്ക് വധശിക്ഷ തന്നെ ലഭിക്കണം, അതാണ് തങ്ങളുടെ ആവശ്യമെന്നും അവർ വ്യക്തമാക്കി. ഇത് കോടതിക്ക് ഉള്ളിൽ നിന്ന് പുറത്തേക്ക്, അതായത് രാഷ്ട്രീയപരമായി വലിയ വിവാദങ്ങൾക്ക് വഴിതെളിക്കുന്ന ഒരു വിധിയായിരിക്കും. വിധി പ്രസ്താവന രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിതെളിക്കും എന്ന കാര്യത്തിൽ സംശയവുമില്ല. ഏതായാലും പ്രതിക്ക് എന്ത് ശിക്ഷ എന്നതനുസരിച്ചായിരിക്കും കൽക്കത്തയിലെ ഇനിയുള്ള രാഷ്ട്രീയം എന്ന് നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായിട്ടും അതുതന്നെയാണ്. ഒരുപക്ഷെ മമതാ ബാനർജി ഉൾപ്പെടെയുള്ള ആളുകൾ പരമാവധി ശിക്ഷ നൽകണമെന്നുള്ള ആവശ്യമായി മുന്നോട്ട് വരുന്നു. CBIയുടെ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. ഷബ്ന സിയാദ് കൂടി ഈ വാർത്തയോടൊപ്പം നമ്മളോട് തുടരുന്നുണ്ട്. ഷബ്ന, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മാതാപിതാക്കൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത് പരമാവധി ശിക്ഷ നൽകണമെന്നാണ്. അതിനനുസൃതമായി തന്നെ കോടതി കുറ്റക്കാരനാണെന്നും കണ്ടെത്തിയിരിക്കുന്നു. ഇനി ഈ സൂചിപ്പിച്ച പോലെ തന്നെ വിധി പ്രസ്താവം മാത്രമാണ് ബാക്കിയുള്ളത്. അതിനു മുൻപ് പ്രതിക്ക് പറയാനുള്ളത് കേൾക്കാം എന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ മാതാപിതാക്കളുടെ നിലപാട് ഈ കേസിൽ അല്ലെങ്കിൽ ഈ വിധി പ്രസ്താവത്തിൽ നിർണായകമായ ഒരു സ്വാധീനമായി മാറുമോ? ആ രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഒരു തരത്തിലും കോടതിക്ക് മുന്നിൽ തെളിവുകൾ മാത്രമാണ്. അല്ലെങ്കിൽ വികാരമോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ വികാരമോ ഒന്നും തന്നെ ഒരു കോടതികളും പരിഗണിക്കാറില്ല. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് അവരുടെ മകളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് അത്തരത്തിൽ തന്നെ ആഗ്രഹിക്കാം. പക്ഷേ കോടതികൾ അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും വിധി പറയുക. ഈ കേസിലേക്ക് വന്നാൽ ഇപ്പോൾ കോടതി കഴിഞ്ഞ ദിവസം തന്നെ ഇയാൾ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുകയും ജീവപര്യന്തമോ വധശിക്ഷയോ വിധിക്കാവുന്ന കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞു എന്ന് കോടതി സൂചന നൽകുകയും ചെയ്തിരുന്നു. കാരണം കൊലപാതകം, റേപ്പ്, ബലാത്സംഗം അടക്കമുള്ള കുറ്റങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഇത്തരം ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷ ജീവപര്യന്തമാണ്. ഏറ്റവും കൂടിയ ശിക്ഷ വധശിക്ഷയാണ്. അത്തരം ഒരു ശിക്ഷയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു കോടതിക്ക് മുന്നിൽ ഈ കൊലപാതകത്തിന് ഒരാളെ ഇത്തരത്തിൽ ക്രൂരമായി കൊല ചെയ്ത ഒരു യുവ ഡോക്ടറെ ക്രൂരമായി കൊല ചെയ്ത പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണം എന്ന് പ്രോസിക്യൂഷൻ നിലപാട്
ന്യായീകരിക്കുന്നുണ്ട്. കൃത്യമായ തെളിവുകൾ കോടതിക്ക് മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഡോക്ടറെ കൊലപ്പെടുത്തിയത് ഇയാൾ ഒറ്റയ്ക്കാണ് എന്ന രീതിയിൽ കോടതിയിൽ തെളിവ് കൊടുത്ത് പ്രോസിക്യൂഷൻ സ്ഥാപിക്കാൻ സാധിച്ചിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ വധശിക്ഷ വിധിക്കാനുള്ള സാധ്യത ഇപ്പോൾ ഇതിൽ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഈ കേസിൽ നമുക്കറിയാം അപൂർവങ്ങളിൽ അപൂർവം എന്ന് തന്നെ പറയാം. സുപ്രീം കോടതി ചില കേസുകളിൽ ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ വധശിക്ഷ വിധിക്കുമ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളാണോ, റയറസ്റ്റ് ഓഫ് റയർ ആണോ എന്ന് കൂടി പരിഗണിക്കണം. അത്തരത്തിലൊരു പരിഗണനയുടെ അടിസ്ഥാനത്തിൽ എന്തായാലും വിധി വരാൻ വേണ്ടി നമ്മളും കാത്തിരിക്കുകയാണ്. രാജ്യം ഒന്നടങ്കം കാത്തിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഷബ്ന സിയാദും ശരത് ലാലും.